വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സമൂസയും ഗ്രീൻ ചട്നിയുമാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു വെറൈറ്റി ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് കാബേജ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സമൂസയെ വളരെ ടേസ്റ്റി ആക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ആഡ് ചെയ്യണം. ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബീഫ് ആഡ് ചെയ്യുന്നുണ്ട്. ബീഫ് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പം നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് ഗ്രീൻ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഞാൻ പച്ചമുളക് വലുതായത് കാരണം ഒന്നാണ് ഇട്ടിരിക്കുന്നത്. ചെറുതാണെങ്കിൽ നിങ്ങൾ 2 ആഡ് ചെയ്യണം. അതുപോലെ തന്നെ വെളുത്തുള്ളി വലുതായത് കാരണം 4 ആക്കിയതാണ്. നിങ്ങൾ ചെറുതാണെങ്കിൽ 4 വെളുത്തുള്ളി എടുക്കണം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് സ്കിപ്പായി പോയതാണ്. അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം.